ഇപ്പൊ കുറച്ച് ഫ്യൂൽ അഡിക്റ്റീവ്സ് ഉണ്ട് ഈ പെട്രോൾ ആണെങ്കിൽ അതിന്റെ ഒക്ടൈൻ റേറ്റിംഗ്സ് കൂട്ടാനായിട്ട് ഒക്ടൈൻ ബൂസ്റ്റേഴ്സ് അങ്ങനെ ഫ്യൂൽ അഡിക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് ശരിക്കും നല്ലതാണോ അതേപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിപ്പോ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പോളോ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു 1.8 GT പോളോ എന്ന് പറയാൻ പാടില്ലല്ലോ, GT വിചാരിക്കാം. ഇപ്പൊ ഒരു 100 ഒക്ടൈന്റെ മാപ്പ് ആണ് വണ്ടിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു കണ്ടീഷനിൽ നമ്മളിപ്പോ പോയി നമുക്ക് ഫ്യൂവല് നല്ലതൊന്നും ഇല്ല, സാധാരണ 91 ഒക്ടൈൻ ഫ്യൂവൽ അല്ലെങ്കിൽ 95 ഒക്ടൈൻ ഫ്യൂവൽ ആണ്. അപ്പൊ നമുക്ക് ഒക്ടൈൻ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒക്ടൈൻ ബൂസ്റ്റർ യൂസ് ചെയ്യാം. അപ്പൊ വെച്ചാൽ ഫ്യൂവൽ ഒക്ടൈൻ ആ വിചാരിച്ച ഒരു ഒക്ടൈനിലേക്ക് നമുക്ക് കിട്ടും. അപ്പൊ ബേസിക്കലി അത് അങ്ങനെ 95 ഒക്ടൈൻ ഇല്ലാത്ത XP 95 ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ആ സാധാ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് അതിലേക്ക് വിചാരിച്ച ഒക്ടൈൻ നമ്പറിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു മാപ്പ് ഇടാത്ത വണ്ടിയാന്ന് വെച്ചോട്ടെ, അത് ഇപ്പൊ പോളോയ്ക്കും 1.8 TSI GTI ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ റേറ്റിംഗ് 95 ആണ് ലിഡില്. അപ്പൊ നമുക്ക് ഈ 90 ഒക്ടൈൻ 95 കിട്ടിയില്ല, സാധാരണ 91 ഒക്ടൈൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം. 95 കിട്ടി 95യുടെ പുറത്തോട്ട് ചോദിച്ചാൽ നമ്മളെ വിചാരിച്ച ഒക്ടൈൻ റേറ്റിംഗ് എത്ര അതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, സോ ഡീസൽ ആണെങ്കിൽ തന്നെ ഇപ്പൊ C10X എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. വെച്ചാൽ ഇപ്പൊ നമ്മള് ഇന്ത്യൻ ഓയിലിൽ ഗ്രീൻ ഡീസൽ ഉണ്ട്, ഇപ്പൊ C10 കൂടിയ ഡീസൽ. അപ്പൊ ഇത് ഒഴിച്ചു കഴിയുമ്പോൾ എന്താ വ്യത്യാസങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ മറ്റേ സ്മോക്ക് എമിഷൻ നല്ല രീതിയിൽ കുറയുണ്ട്, NVH കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബെറ്റർ ആവുന്നുണ്ട്, നല്ല റീഫൈൻമെന്റ് ഉണ്ട്, നല്ല പവർ ഉണ്ട്. നാച്ചുറലി ആസ്പിറേറ്റഡ് വണ്ടികൾക്ക് ഒക്ടൈൻ ബൂസ്റ്റ് അങ്ങനത്തെ ആവശ്യങ്ങളില്ലേ? പൊതുവെ ഒഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവാം, ഞാൻ കണ്ടിട്ടില്ല.